എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? 2010 ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലീഡ് നില നമ്മൾ കാണുന്നത്. എന്റെ നെഞ്ചിൽ പാണ്ടിയും പഞ്ചാരി ഒരുമിച്ച തീവ്രതാ പരാമർശം നടത്തിയ CPM-ന് വനിതാ നേതാവിന് ഓർമ്മയില്ലേ? ലസിത നായർ പന്തളം നഗരസഭ 8ാം വാർഡിൽ തോറ്റു. നഗരസഭാ പ്രതിപക്ഷ നേതാവായിരുന്നു. വലിയ ആഘാതം അവരുടെ പ്രസ്താവന അവിടെ നടത്തിയിരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവര് രാഹുൽ മാങ്കൂട്ടത്തിലെയും മുകേഷിനെയും തീവ്രത അളന്നു നോക്കിയ നേതാവാണ്. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? ഇതിൽ കാണാൻ കഴിയുന്നത് UDF-ന്റെ അതിശക്തമായ തിരിച്ചുവരവാണ്. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. UDF 4 കോർപ്പറേഷൻ UDF ആണ്. മുനിസിപ്പാലിറ്റി 42 UDF തന്നെയാണ്. ഇനി ഇപ്പോ രാഷ്ട്രീയ വോട്ട് ഉണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ UDF ആണ് മുന്നിൽ. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. ഏതൊരു കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പിന്റെ അജണ്ട, പ്രകടന പത്രിക, അതിന്റെ അടിസ്ഥാനത്തിൽ അധികാരമേറ്റാൽ അപ്പോൾ തന്നെ നടപ്പാക്കാൻ പരിശ്രമിക്കുന്ന ഒരു ചരിത്രം ഇടതുപക്ഷത്തിനുണ്ട്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 57 മുതൽ ഇന്ന് വരെയുള്ള ഗവൺമെന്റുകളും ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനവും രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലി ലഭിക്കുന്ന ഒരു നാടായി കേരളത്തെ മാറ്റിയിട്ടുണ്ട്. 57-ലെ EMS സർക്കാർ തന്നെ ഏറ്റവും മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നിയമം, അത് സർക്കാരിനെ അട്ടിമറിച്ചെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളം മുന്നോട്ട് ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം. കുറച്ചു കഴിഞ്ഞാൽ ചങ്ങലക്കിടേണ്ടി വരും. അതിന്റെ ഗുണഫലമായി ഇന്ന് പുതിയ തലമുറ ഉയർന്നു വന്നിരിക്കുന്നു. ആരോഗ്യമുള്ളൊരു ജനത, വിദ്യാഭ്യാസമുള്ളൊരു ജനത. ഈ ജനതയ്ക്ക് ഇന്നത്തെ കേരളത്തിൽ എന്തെല്ലാമാണ് കുറവുള്ളത്? ആ കുറവുകളെ പരിഹരിക്കാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ 10 കൊല്ലക്കാലം നടത്തിയത്. ഒരുമാതിരി അരിവർത്ത വർത്താനം എന്നോട് പറയുന്നത്. നല്ല റോഡുണ്ടാക്കി, പവർ കട്ടില്ലാത്ത കേരളം ഉണ്ടാക്കി, എല്ലാവർക്കും വീട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതിദാരിദ്ര്യമില്ലാതെയാക്കി, നമ്മുടെ സർവകലാശാലകളെ മികച്ചതാക്കി, സ്കൂളുകളെയും ആശുപത്രികളെയും മികച്ചതാക്കി. പ്രസംഗം എഴുതി പണിച്ചോണ്ടൊന്നും കാര്യമില്ല. ആന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലെ ആയി. ഇനി എന്ത് വേണം? ഞങ്ങൾ കാണുന്നത് ഒരു വിജ്ഞാന കേരളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ മൂലധനത്തിന് മുതലാളിമാരെ ആശ്രയിക്കേണ്ടതിന് പകരം വിജ്ഞാനം എന്ന് പറയുന്നത് മൂലധനമാക്കി മാറ്റിത്തീരുന്ന ഒരു ലോകം. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. നമ്മുടെ കേരളത്തിൽ നമുക്ക് ലോകോത്തര നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അമേരിക്കയേക്കാൾ മുമ്പിലാണ് നമ്മൾ ശിശുമരണ നിരക്കിന്റെ കുറവിന്റെ കാര്യത്തിൽ. മാതൃമരണ നിരക്കിന്റെ കുറവിന്റെ കാര്യത്തിൽ അമേരിക്കയുടെ മുമ്പിലാണ് നമ്മൾ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്കൊപ്പമാണ് പല കാര്യത്തിലും. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? ഇനി തള്ളല്ലേ, താങ്ങും. മനുഷ്യ വിഭവശേഷിയുടെ, മനുഷ്യ വികാസത്തിന്റെ എല്ലാ മാനകങ്ങളിലും കേരളം ഇന്ത്യയിൽ നമ്പർ 1. എങ്ങനെയാണ് വോട്ട് ചെയ്യുക എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2020 ഡിസംബർ മാസം 16-ന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നത്. ഈ കൊട്ടാരത്തിലെ വലിയ മണ്ട ശിരോമണി. താങ്കൾ ഇടയ്ക്ക് ചൂണ്ടിക്കാണിച്ചു 6 കോർപ്പറേഷൻ 5 LDF, 941 ഗ്രാമപഞ്ചായത്തിൽ 600ഓളം ഗ്രാമപഞ്ചായത്ത് LDF, 14 ജില്ലാ പഞ്ചായത്തിൽ 11 LDF, മുനിസിപ്പാലിറ്റി ബ്ലോക്ക് ആധികാരികമായിട്ടുള്ള വിജയം LDF-ന് നേടാൻ കഴിഞ്ഞു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണി കേരളം ഭരിക്കുമ്പോൾ ആ മുന്നണിക്ക് അനുകൂലമായി തന്നെ തദ്ദേശ ഭരണത്തിലേക്ക് 5 തലത്തിലേക്കും ആ മുന്നണി വിജയിക്കുന്ന ചരിത്രം ഞാൻ വിശ്വസിക്കണല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. ഞങ്ങൾ ആദ്യമായി ചരിത്രം സൃഷ്ടിച്ചത് ഇതിലും കൂടുതൽ നുണപ്രചരണവും വ്യാജ വാർത്തകളും ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്. പത്രം തുറക്കാൻ കഴിയില്ല. ചാനലുകൾ തുറന്നാൽ ബ്രേക്കിംഗ് ന്യൂസും അന്തിച്ചർച്ചകളിലും CPM-നെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരുന്ന 2020 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ആ ഡിസംബറിലാണല്ലോ തെരഞ്ഞെടുപ്പ്. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങേക്കറിയാം. വലിയ തരത്തിലുള്ള ആക്രമണത്തെ അതിജീവിച്ചിട്ടാണ് ഭരണ തുടർച്ചയിലേക്ക് രണ്ടാമതും ഞങ്ങൾ ചരിത്രം സൃഷ്ടിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, പലരും റിബലാണ്, അതാണ് ഇതാണെന്ന്. അങ്ങ് അറിഞ്ഞോ? ചൂരൽമല മുണ്ടക്കൈയിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതാവ് നസീർ ആലങ്കൽ അടക്കം 30 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാര് ഇന്ന് CPM-ൽ ചേർന്നു. എന്താ കാരണം? നിങ്ങൾ 1000 വീട് പറഞ്ഞു, 500 വീടായി, പിന്നെ 100 വീടായി. യൂത്ത് കോൺഗ്രസിന്റെ 30 വീടായിരുന്നു. പിന്നെ കർണാടകത്തിലെ കോൺഗ്രസ് അവിടുത്തെ ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത 100 വീട്, രാഹുൽ ഗാന്ധിയുടെ വീട്. എന്തിന്റെ അസുഖമാണ്? രാവിലെ ഗോതമ്പ് ദോശ ഇതൊക്കെ കൊടുത്ത് അവിടുത്തെ പട്ടിണി പാവങ്ങളിൽ ചില കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ടൗൺഷിപ്പിൽ വീട് വേണ്ട, ഞങ്ങൾ പുറത്ത് കോൺഗ്രസ്സുകാരാൽ പണിതു തരുന്ന വീട് മതി, അതുകൊണ്ട് ഗവൺമെന്റ് തരുന്ന 15 ലക്ഷം രൂപ ഇങ്ങ് തന്നേരെ, ഞങ്ങൾ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ നേതാക്കന്മാരുണ്ട്. എന്നിട്ട് ഒരു വീട്, 1 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഒരു കല്ലിടാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല.
അതുകൊണ്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ 30 കുടുംബം ഞങ്ങൾ ഇനി കോൺഗ്രസിനോട് ഇല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് CPM ചേർന്നു. അയ്യേ വൃത്തികെട്ട ഏർപ്പാട്. CPM-ന്റെ ഏരിയ സെക്രട്ടറി മാലയിട്ട് സ്വീകരിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ ആലപ്പുഴയിൽ ചെന്നപ്പോ അവരത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചിരിക്കേണ്ട. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെയൊക്കെ തറക്കല്ല് വരെ ഇളകിപ്പോയി, കാലുകുത്തുന്ന മണ്ണ് വരെ ഇളകിപ്പോയി. ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഹൃദയപക്ഷത്തോടെ എല്ലാവരും യോജിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന എല്ലാ കേസും എടുത്ത് പരിശോധിക്കുക. നിങ്ങൾ ആരൊക്കൊപ്പ വേട്ടക്കാരനൊപ്പം നിൽക്കും, അതിജീവിതയെ ആക്ഷേപിക്കും, അതിജീവിതയെ അപമാനിക്കും, എന്നിട്ട് ചില ഘട്ടങ്ങളിൽ വന്ന് പറയും ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയും. അപ്പൊ ഇതൊക്കെ ജനം തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഏത് രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്താലും ഇപ്പൊ സപ്ലൈകോ നിറഞ്ഞു കവിഞ്ഞല്ലോ ഓണത്തിന്. നിങ്ങൾ പറഞ്ഞില്ലേ ഓണത്തിന് ട്രഷറി പൂട്ടും, സപ്ലൈകോ തുറക്കില്ല, ഒറ്റ സാമഗ്രി ഉണ്ടാവില്ല, അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങും എന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ചതല്ലേ നിങ്ങൾ? പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നത്. പെൻഷൻ കമ്പനികളുടെ മേൽ വ്യത്യസ്ത നിബന്ധനകൾ കൊണ്ടുവന്ന പെൻഷൻ തകർത്തിൽ 8 മാസം കുടിശ്ശിക വരുത്തിയില്ലേ? ഇപ്പൊ പെൻഷൻ കുടിശ്ശികയുള്ള ഒരു നാടാണോ നമ്മുടെ നാട്? 2025 ജനുവരി മുതൽ ജൂൺ വരെ 6 മാസം കൊണ്ട് ഈ കേരളത്തിൽ വന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിക്ക് അറിയാമോ? 1,23 ലക്ഷമാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അതായത് 6 മാസം കൊണ്ട് ഈ കേരളത്തിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കേരളത്തിലെ ജനസംഖ്യയുടെ 1/3 സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? 1,23 ലക്ഷം. അതായത് കേരളം മാറുകയാണ്, ഇവിടെ ഒന്നും വരില്ല എന്ന് പറഞ്ഞവരൊക്കെ തിരുത്തി പറയാണ്. വേൾഡ് ട്രേഡ് സെന്റർ പോലും നിക്ഷേപം ഇറക്കാൻ ഈ കേരളത്തിലേക്ക് വരികയാണ്. മൊത്തം ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചു. വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് ആ വിവാഹ സ്റ്റേജിൽ നിന്നുകൊണ്ട് മൊബൈലിൽ ഒരു ക്ലിക്ക് കൊടുത്താൽ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന തരത്തിൽ എല്ലാ മേഖലയും ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചു. അങ്ങനെ മാറുന്ന ഒരു നാട് ലോകത്ത് എവിടെയാ ഉള്ളത്? പ്രസംഗം എഴുതി പണിച്ചോണ്ടൊന്നും കാര്യമില്ല. ആന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലായി. നിയമന നിരോധനം ഒരിക്കലും ഇല്ലാത്ത, അഴിമതി ഇല്ലാത്ത 10 വർഷം, പവർ കട്ട് ഇല്ലാത്ത 10 വർഷം, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷം, ക്ഷേമ പെൻഷൻ മുടങ്ങാത്ത 10 വർഷം, ട്രഷറി മുടങ്ങാത്ത 10 വർഷം, അതുപോലെ പാഠപുസ്തകങ്ങൾ മുടങ്ങാത്ത 10 വർഷം, വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത 10 വർഷം. ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം, കുറച്ച് കഴിഞ്ഞാൽ ചങ്ങലക്കിടേണ്ടി വരും. അതുപോലെ സ്കൂൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, പൊതുകലാ വ്യവസായങ്ങൾ അടച്ചുപൂട്ടാത്ത 10 വർഷം. ഇങ്ങ് എടുത്തു നോക്ക്. ഈ 10 വർഷത്തെ നേട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനിരുന്ന നാളെ പുലർച്ചെ ആയാലും ആ നേട്ടങ്ങളുടെ പട്ടിക തീരില്ല. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? കോൺഗ്രസിന് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഒരു വീട് ഒരു കല്ലിട്ടിട്ട് വന്നിട്ടാണോ പട്ടിണി പാവങ്ങളുടെ പേര് പിരിച്ച പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുക? ലക്ഷക്കണക്കിന് രൂപ തന്നു എന്ന് നിങ്ങളുടെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. മണ്ഡലം കമ്മിറ്റി പറഞ്ഞല്ലോ 7 ലക്ഷം രൂപ കൊടുത്തു. 140 മണ്ഡലം ഇല്ലേ? ആ കോടികൾ എവിടെ പോയി? ആ കോടികൾ എവിടെ പോയി എന്ന് ജനം ചോദിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും വാക്ക് പാലിക്കാത്തതുണ്ടോ? മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ കാണാൻ തുടങ്ങിയിട്ട്. അമ്മമാരുടെ പെൻഷനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എത്ര ആക്ഷേപിച്ചു? നിങ്ങൾ കുറെ ആക്ഷേപിച്ചില്ലേ? 34 ലക്ഷം പേർക്ക് ആ വീട്ടമ്മമാർക്ക് പെൻഷൻ കിട്ടാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കുന്ന. പിന്നെ ഇവിടെ നിരീക്ഷകൻ പറഞ്ഞല്ലോ BJP ആയിട്ട് ഒരു ബന്ധം. എന്തിനാണ് ഇങ്ങനെയൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നത്? ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും വോട്ട് വേണ്ട എന്ന് എല്ലാ ഘട്ടത്തിലും അന്തസ്സായി ഞങ്ങൾ പ്രഖ്യാപിക്കുക. പക്ഷെ കോൺഗ്രസ് എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ട്, നീക്കുപോക്കുണ്ട്. എന്തായി നീക്കുപോക്ക്? ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ട് സഹായിക്കാം, അടുത്ത മണ്ഡലങ്ങളിൽ ഇങ്ങോട്ട് സഹായിക്കണം. ഈ കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുള്ളൂ. നീയേ കുറെ നാളായി കഥനയായിട്ട് നടക്കണേ. അതായത് LDF-നെ നേരിടാൻ വർഗീയ കക്ഷികളുടെ പിന്തുണ പരസ്യമായിട്ടില്ലാതെ കോൺഗ്രസിന് ഇനി പൊതുരാഷ്ട്രീയത്തിൽ നിൽക്കാനേ കഴിയില്ല എന്ന് വ്യക്തമായി അവർ അംഗീകരിച്ചിരിക്കുന്നു. എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല. പ്രതികരണം അറിയാൻ കാത്തുനിന്നാൽ കുഴപ്പം ചെയ്യും അല്ലെ? എണീക്കാനല്ലേ പറഞ്ഞത്? അതൊക്കെ പോണ വഴിക്ക് പറഞ്ഞു. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.